ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷെഫ് രഞ്ജിത്ത്. ഇന്ന് നമ്മൾ ഗ്രീൻ കളർ മസാലയിൽ ഒരു പ്രോൺസ് ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ എയർ ഫ്രയറിലാണ് ചെയ്യുന്നത്. എയർ ഫ്രയറിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഹെൽത്ത് നോക്കുന്ന പുതിയ ജനറേഷനിലെ ആൾക്കാർക്കും പഴയ ജനറേഷനിലെ ആൾക്കാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാണ് എയർ ഫ്രയറിലുള്ള എല്ലാ മേക്കിങ്ങും. അതിൽ ഓയിൽ കൺസപ്ഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളെല്ലാം എയർ ഫ്രയറിൽ തയ്യാറാക്കാം. നമ്മളിന്ന് അതിന് വേണ്ടിയിട്ട് ഫേബറിൻ്റെ എയർ ഫ്രയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ ഡിഷ് ഉണ്ടാക്കാനായിട്ട് പോവാം. അതിലേക്ക് നമ്മൾ ജസ്റ്റ് ചെറുതായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയൻ അത് നമ്മളൊന്ന് ജസ്റ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് വലിയ പീസായിട്ട് തന്നെയാണ് ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 4 ചെറിയ അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കളർഫുള്ളായിട്ടുള്ള ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കാം. അതിനായിട്ട് 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, നമ്മൾ മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അല്പം പുതിനയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കളർ ബാലൻസ് ചെയ്യാനായിട്ട് അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുരുമുളക് പൊടി. ഇത് നമ്മുടെ നല്ല ടൈറ്റായിട്ട് ഫൈൻ പേസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പേസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. നമ്മളതിനായിട്ട് ജസ്റ്റ് സ്പേസ് ഉള്ളൊരു ബോൾ എടുത്തു. അതിലേക്ക് നമ്മൾ പ്രോൺസ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മസാലയാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അല്പം നാരങ്ങാ നീര് കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം കോൺഫ്ലവറോ പുട്ടുപൊടിയോ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ബാറ്റർ നല്ല തിക്കായിട്ടിരിക്കും. നമ്മൾ തയ്യാറാക്കി വെച്ച മസാലയ്ക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഗ്ലേസിങ്ങിന് വേണ്ടി മാത്രമാണ്, ഓപ്ഷനിലാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ എയർ ഫ്രയറിൽ വെച്ച് ജസ്റ്റ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിതിനായിട്ട് ജസ്റ്റ് ഒരു ബട്ടർ പേപ്പർ അതിൻ്റെ അടിയിൽ ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഓരോരോ പീസായിട്ട് ഇതിൽ വരുന്നത് സ്മാർട്ട് LED ഡിസ്പ്ലേ ആണ്. അതിൻ്റെ ഫംഗ്ഷൻസ് ഓരോന്നായിട്ട് നമുക്കിവിടെ കാണാം. 8 ഫംഗ്ഷൻസ് ആണ് ഇതിലുള്ളത്. നമുക്ക് ജസ്റ്റ് ഓരോ സെലക്ട് ചെയ്യുമ്പോഴേക്കും 1 by 1 ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് നമ്മൾ ഫിഷിൻ്റെ ആ ഒരു മെനു നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ആ ഒരു സ്റ്റാർട്ട് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ടെമ്പറേച്ചറും ടൈമും എല്ലാം പ്രീസെറ്റ് ആയി കഴിഞ്ഞു. ഇതിൽ റാപ്പിഡ് എയർ ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ സ്ഥലവും ഒരേപോലെ തന്നെ കുക്കായിട്ട് കിട്ടും. ഒരേ കളറായിട്ട് പ്രോൺസ് മാറും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് 4.5 ലിറ്ററിൻ്റെ ബാസ്ക്കറ്റാണ് ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ പ്രോൺസ് വേണ്ടി നമുക്ക് ഒരേ ടൈമിൽ ഇതിൽ കുക്ക് ചെയ്യാൻ പറ്റും. ഇതിന് 85% നമ്മൾ പാനിൽ കുക്ക് ചെയ്യുന്നതിലും 85% കുറച്ച് ഓയിലാണ് ഇതിന് വേണ്ടി ആവശ്യമുള്ളൂ. ഇത് നമുക്ക് ഓരോരോ പീസായിട്ട് ജസ്റ്റ് ഈ പ്ലേറ്റിൽ വെച്ച് ഗാർണിഷ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. ഇത് നല്ല കളർഫുള്ളായിട്ട് നമുക്കൊരു ഗസ്റ്റ് വരുമ്പോൾ സെർവ് ചെയ്യാനും ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണിത്. പ്രോൺസ് ആയതുകൊണ്ട് നല്ലൊരു റിച്ച് ഫ്ലേവറും ടേസ്റ്റ് ഇതിനുണ്ട്. നമ്മൾ 85% ലെസ് ഓയിലാണ് നമ്മൾ പ്രോൺസ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. മാജിക് ഈസ് ഇൻ ദ മേക്കിംഗ്.